കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കേൾക്കാനിടയായി തീർന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒരു മനുഷ്യന് വിചാരമുണ്ടാകുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ വിചാരം എന്ന് പറയുന്നത് നാളെക്കുറിച്ചുള്ള ചിന്ത. എന്ത് ചെയ്യും? കർത്താവിൻ്റെ വചനം പഠിക്കുന്ന യഹോവയുടെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഒരു മനുഷ്യന് മുട്ട് വരാൻ ദൈവം സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ മുട്ട് വരാത്തവരാരുമില്ല. വചനം പറയുന്നത് അവൻ തൻ്റെ കയ്യിലെ വസ്തുവകയൊക്കെ തിന്ന് തീർന്നതിന് ശേഷം അവന് മുട്ട് വന്നു തുടങ്ങി എന്നാണ്. അപ്പം മുട്ട് എന്ന് പറയുന്നത് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മുട്ട് തുടങ്ങുന്നത് ഭൗതികമായി നമുക്കുള്ള ജീവിതത്തിന് മുട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ചോദിച്ച് അതിന് മറുപടി ഉണ്ട്. നമുക്ക് വലിയ ഇച്ചിരി ആരോടും ഇച്ചിരി കടം മേടിക്കാം, വാക്കിലൊക്കെ മുട്ട് വരും. എന്നാൽ മുട്ട് അവസാനിക്കുന്നത് ബുദ്ധിയിലാണ്. ഇനി എന്ത് ചെയ്യും? മുൻപിലൊന്നും കാണാതെ വരുമ്പോൾ, മുൻപോട്ടൊന്നും സാധിക്കാതെ വരുമ്പോൾ ബുദ്ധിയിൽ മുട്ടി. ഈ മുട്ടാണ് ഏറ്റവും പ്രധാനം. അത് ദൈവം സമ്മതിക്കില്ല. ദൈവത്തിന് മക്കൾ ഈ മുട്ട് വരുമ്പോഴാണ് അവൻ ദൈവത്തിനുള്ളവനാണോ, ദൈവത്തെ ആരാധിക്കുന്നവനാണോ അല്ലയോ എന്നറിയുന്നു. ഈ മുട്ട് വന്നപ്പോൾ എല്ലാം തീർന്നു. വാളവര കൊണ്ടെങ്കിലും ജീവിച്ചാൽ മതി എന്നുള്ളത് ചിന്തിച്ചു. അതും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിയില്ല. ആ സമയത്താണ് ഇടയൻ ബുദ്ധി ഉപദേശിക്കുന്നത്. മുട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളായി, മുട്ട് അവസാനിക്കാൻ പോവാ. ഇതിവിടെ തീരുമാനിക്കണം. ഈ മുട്ടിൽ വേണം തീരുമാനിക്കാൻ. രണ്ടു വശത്തേക്കും തിരിയാം. ഈ മുട്ടിൽ അനേകം പേര് സ്വയം അവസാനിപ്പിച്ചു കളഞ്ഞു. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഈ മുട്ട് വന്നപ്പോഴാണ് ഇവൻ ആരാധിക്കുന്നവൻ ഇടയനാണ്. ഇവന്റെ ഇടയൻ ക്രിസ്തുവാണ്. ആടുകളുടെ വലിയ ഇടയനാണ് ക്രിസ്തു. ആ സമയത്താണ് അവൻ ഓർമ്മ വരുന്നത്. കർത്താവ് ഓർപ്പിച്ചു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര പേര് തിന്ന് ശേഷിപ്പിക്കും, ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. എന്തിന്? ഞാൻ ഇറങ്ങിപ്പോകുന്നത് മകനായിട്ട് വേണ്ട, അവിടെ വേലക്കാരുണ്ടല്ലോ, ഞാൻ എന്ന് കഴിഞ്ഞാൽ വേലക്കാരായിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ ചെന്ന് അവിടെ പോയി ഞാൻ ജീവിക്കും എന്ന് തീരുമാനമെടുത്തു. ഇടയൻ വഴി തുറന്നു, പോയി ഭവനത്തിൽ ചെന്നു. മുൻപത്തേക്കാൾ ഉപരിയായിട്ട് രാജകീയമായിട്ട് അവിടെ ജീവിക്കാൻ അവൻ അവസരം വന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. മുട്ട് വരുമ്പോൾ ഓർത്തുകൊള്ളണം, സുഭിക്ഷതയ്ക്ക് മുട്ടുവരും, ഉപജീവനത്തിന് മുട്ട് വന്നേക്കാം, വാക്കുകൾക്ക് മുട്ട് വന്നേക്കാം. എന്നാൽ ബുദ്ധിയിൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കാൻ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ട്. ബുദ്ധിയിൽ മുട്ടണം. കാരണം ഇതുവരെയും മുട്ടാതിരുന്നതിന്റെ കാരണം, ഇതുവരെയും മുട്ടിയതിന്റെ കാരണം ഇവന്റെ ചില കയ്യിലിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ മുട്ടിയത്. ആ കയ്യിലിരിപ്പ് ഓരോന്നോരോന്നോരോന്ന് മാറിയതിനു ശേഷം സകലതും വിട്ടു. അപ്പൊ അവന്റെ കയ്യിലിരുന്നതും തീർന്ന്, കയ്യിലിരിപ്പും തീർന്നു. ഒന്നുമില്ലേ, സ്വന്തമായിട്ടൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം? മുട്ടിയല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ, ശരി, ഇത് ഇവിടെ വരാനാ കർത്താവ് നോക്കിയിരുന്നേ. അവന് മുട്ട് വന്നു തുടങ്ങിയെന്നാ, മുട്ട് അവസാനിക്കാൻ പോവാ. അവസാനത്തെ മുട്ട് വന്നു. വേണ്ട, നീ എന്നൊരു ദുർബുദ്ധിക്ക് പോകണ്ട. ഉടയവൻ വാതിൽ തുറന്നു. ആ വാതിൽ കൂടി കടന്നു അപ്പന്റെ ഭവനത്തിലെത്തി. അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ സമ്പന്നനായിട്ട്, അപ്പന്റെ
അപ്പന്റെ അവകാശിയായിട്ട് തന്നെ ഭവനത്തിലേക്ക് മകനായിട്ട് കൈക്കൊണ്ടു. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കേട്ട വചനം നമുക്കുള്ള ആലോചനയായിട്ട് നമുക്ക് എടുക്കാം. ദൈവമേ, സ്തുതിക്കുന്ന കർത്താവെ, പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് കർത്താവ് ഞങ്ങളോട് പറഞ്ഞു. കർത്താവെ, യേശുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലതിനും മുട്ടുവരുന്നു. അത് കർത്താവ് കാണുന്നു. കർത്താവാണ് ഇടയനെങ്കിൽ ഞങ്ങൾക്ക് മുട്ടിനാൽ ഞങ്ങൾ ഒടുങ്ങിപ്പോകാൻ കർത്താവ് സമ്മതിക്കില്ല. മുട്ടുവരിക എന്നുള്ളത് സ്വാഭാവികമാണ്, അത് സംഭവിക്കണം. എന്നാൽ മുട്ടിൽ ഞങ്ങൾ അവസാനിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കാതെ വണ്ണം വാതിൽ തുറക്കുന്നവനാണ്. ഞങ്ങൾക്ക് പുതുവഴി തുറക്കണം, ഞങ്ങൾക്ക് പുതുവഴി തുറക്കണം. അടഞ്ഞ വാതിലുകൾ എല്ലാം അടഞ്ഞിരിക്കുമ്പോൾ കർത്താവ് ഒരു വാതിൽ തുറക്കണം. ആർക്കും അടച്ചുകൂടാതാണ്, തുറക്കുവാൻ കഴിവുള്ളവൻ. ഇന്ന് ഞങ്ങളുടെ ഭവനത്തിനും ഞങ്ങളുടെ ജീവിതത്തിനും പുതുവഴി തുറക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആലോചനയ്ക്കായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. കാത്തോളം അനുഗ്രഹിക്കണമേ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നു.